ഹലോ, വെൽക്കം ബാക്ക് ടു ഫൈസ് വേൾഡ്. ഇന്ന് നമ്മൾ നല്ലൊരു മട്ടൻ കറിയല്ല, മട്ടൻ്റെ തലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. മട്ടൻ തല കറി വെച്ച് കൂട്ടാത്തവർ ഇതുപോലൊന്ന് കറി വെച്ച് നോക്കൂ, നല്ല ടേസ്റ്റാണ്. നമുക്കതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം, ഏതെങ്കിലും ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് നമ്മൾ ചെറുതായി എരിഞ്ഞ സവാള, കുറച്ച് എണ്ണ ഒഴിച്ച് ആ സവാള ഇട്ട് നമുക്ക് ബ്രൗൺ നിറമാവുന്നവരെ വഴറ്റണം. അതുപോലെ തന്നെ അതിൽ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില കൂടി ഇട്ട് നമുക്ക് ബ്രൗൺ നിറമാകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് ബ്രൗൺ നിറമാകാനാണ് കേട്ടോ നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ സവാള പെട്ടെന്ന് വാടി കിട്ടും. അതൊരു ടിപ്സാണ് കേട്ടോ, എല്ലാവരും ഫോളോ ചെയ്യണം. കുറേ പേർക്കൊക്കെ അറിയായിരിക്കുമല്ലേ, എന്നാലും അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ നമ്മൾ ഒരു സീക്രട്ടാണ് കേട്ടോ, നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ മിക്സിയിൽ അരയ്ക്കുന്നതിനേക്കാളും ടേസ്റ്റ് എപ്പോഴും നമ്മൾ ചതച്ചെടുക്കുമ്പോഴായിരിക്കും. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റാം. ഇനി നമുക്ക് ഇതിൽ ചേർക്കാനുള്ളത് കുറച്ച് കറിവേപ്പിലയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഏതാണ്ടൊക്കെ ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിന് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കറി മസാലപ്പൊടി, പിന്നെ ചേർക്കുന്നത് നമ്മുടെ കുരുമുളക് പൊടിയാണ് കേട്ടോ. ഈ കുരുമുളക് പൊടിയും മുളക് പൊടിയും ചേർക്കുന്നതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല. പിന്നെ എരി ആവശ്യമുള്ളവർ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകും കൂടെ ചേർത്തോ കേട്ടോ. കുട്ടികളൊക്കെ കഴിക്കുന്ന വീടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അധികം എരി അവർക്ക് വേണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ച് വേണം ഈ മുളക് പൊടിയുടെയും കുരുമുളക് പൊടിയുടെയൊക്കെ ക്വാണ്ടിറ്റി ഇടാൻ കേട്ടോ. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കുന്നത്. കാശ്മീരി ചില്ലി ആകുമ്പോഴത്തേക്കും നമുക്ക് വലിയ എരിവുണ്ടാകത്തില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ആദ്യം കാണിച്ചിട്ടില്ലായിരുന്നു മട്ടൻ തല ഞാൻ അവിടെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. വീഡിയോ ലോങ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ ആദ്യം കാണിക്കാതിരുന്നത്. അതൊന്നും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തൂടെ ഇട്ട് കൊടുക്കാം. ഒരു 750 ഗ്രാം ഉണ്ടായിരുന്നു ഒരു തല. ഇനി നമുക്ക് ഇത് മസാലകളെല്ലാം നമ്മുടെ മട്ടൻ്റെ തലയിലോട്ട് ആവത്തൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച്, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേണം വേവിക്കാൻ കേട്ടോ. കാരണം തലയ്ക്ക് നല്ല വേവുണ്ടായിരിക്കും മട്ടൻ്റെ തലയ്ക്ക്. അപ്പം നമ്മൾ വെള്ളം ഒഴിക്കാതെ നമ്മൾ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ആദ്യം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചുകൂടെ തോനെ വെള്ളം ഒഴിച്ചായിരുന്നു. കാരണം എന്തായാലും ഒരു 5-6 വിസിൽ മിനിമം വേണം വേവാൻ. കുറച്ച് കൂടെ വെള്ളം ഒഴിച്ചായിരുന്നു കേട്ടോ, വീഡിയോ കാണിക്കാത്തത്. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇപ്പോൾ അത് കറക്റ്റ് പരിവായിട്ടുണ്ട്. വെള്ളമൊക്കെ കറക്റ്റായിട്ടുണ്ട്. നല്ല വെന്തിട്ടുമുണ്ട് കേട്ടോ. നല്ല വെന്താൽ മാത്രമേ നമ്മുടെ ആ എല്ലിൽ നിന്നൊക്കെ ഇത് ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതുപോലെ ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ മട്ടൻ തല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്.